അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് വന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോ വീണ്ടും സ്വന്തം ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗൈസ്, നമ്മളെ ഈ വണ്ടി പാക്ക് ചെയ്തുകൊണ്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടി മസനഗുഡിയാണ്. പക്ഷെ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് കോയമ്പത്തൂർ വഴിയാണ്. ഇനി നിങ്ങളോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ട്. നമ്മളെ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയിൽ കണ്ടോ 60,000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഇനിയുള്ള എന്ത് പണി വന്നാലും നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഒന്നും ഇടാം. ഇനി ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളും ഇട്ട് കണ്ടതിന് ശേഷം ഒരു സ്പോൺസർ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ട്രാവലിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോൺസറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ ടൈം നമുക്ക് അവർക്കും വേണ്ടിയും കുറച്ച് സ്പോൺസർ വീഡിയോസ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പയ്യെ മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല ഈ ട്രിപ്പ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോകാനൊക്കെ കരുതുന്നത്. പക്ഷേ നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടി നമ്മളൊപ്പം വരുന്നുണ്ട്. അവൻ്റെ പേര് അൻഫാസാണ്, എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. അപ്പോൾ അൻഫാസും ഞാൻ കൂട്ടി നമ്മൾ നേരെ മണ്ണാർക്കാട്, കോയമ്പത്തൂർ, അതിനുശേഷം മേട്ടുപ്പാളയം, അത് കഴിഞ്ഞിട്ട് ഊട്ടി മസനഗുഡി റൂട്ട് കൂടിയാണ് പോകുന്നത്. ഇതിൽ വലിയൊരു ബാഡ് സൈഡും എക്സൈറ്റ്മെൻറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്തുന്ന ഒരു ഉറപ്പില്ല പറഞ്ഞാൽ ഏകദേശം 40% നമ്മൾ എത്തൂല, ഒരു 60% നമ്മൾ എത്തൂല എന്നാണ്. നമ്മളെന്തായാലും പോയി നോക്കാം. ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി അവിടെ എത്തുള്ളൂ. എന്ന് വെച്ചാൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് പോകുന്നത്. അപ്പം നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും. ഇതാണ് നമ്മുടെ അൻഫാസ്, എൻ്റെ കോളേജ് ഫ്രണ്ടാണ് കേട്ടോ. ആള് എന്തായാലും വെറുതെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കണം പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഈ ട്രിപ്പിലോട്ട് അവനെയും കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ച് നമ്മുടെ ഈ ട്രിപ്പ് സെറ്റാക്കാൻ പോവാണ്. വഴി കിടക്കുന്നറിയാം, അപ്പോൾ കിടക്കുമ്പോൾ ഒരാളും കൂടി ഒപ്പം കിടക്കണം നല്ലതല്ലേ. എന്തായാലും നമുക്ക് ഈ ട്രാവൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കാളിയാവുന്നാണ് പോകുന്നത്. ഞാൻ പോണ റൂട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ബ്ലോഗിലുള്ള ഏരിയ ഉണ്ട്, എനിക്കിത് ഓർമ്മ ഉണ്ടാവുന്ന കിട്ടും. ഇവിടെ നിങ്ങളൊരു ബാരിക്കേഡ് കണ്ടല്ലോ, വലിയൊരു കോമഡി എന്നാൽ ഇതിൻ്റെ അധികൃതർ ഇപ്പോഴും ഇതിന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇത് നാട്ടുകാരും പിന്നെ ഈ നാട്ടിലെ കക്കറ, പുല്ലട്ട അങ്ങനെ കുറച്ച് സ്ഥലത്തുള്ള 3 മെമ്പേഴ്സായിട്ട് കൂടി നാട്ടുകാരും പിരിവിട്ട് സ്വന്തം പേരിലുണ്ടാക്കിയ ബാരിക്കേഡാണ്. നിങ്ങൾ നോക്ക്, മീൻസ് ഇത് ഇപ്പോഴും ഇതിൻ്റെ അധികൃതരാണ് MLA ആണ്. ഈ MLA ഇതുവരെ ഈ കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പോണ വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നമ്മളെന്തായാലും യാത്ര തുടങ്ങണേ. നല്ല അടിപൊളി വ്യൂ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന സ്ഥലം തന്നെ കേട്ടോ. അന്നവിടെ ഡ്രൈ ആയിരുന്നു, ഇപ്പോൾ അവിടെ വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങുന്ന ഒരു മൺസൂൺ ടൈമിലാവുണ്ട്, മഴ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇല്ല, ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ കഞ്ഞിക്കൂട് എന്ന സ്ഥലത്താണോ. അതായത് നമ്മുടെ അൻഫാസോടെ ചിൽച്ചിലായി നിൽക്കുന്നുണ്ട്. ഗൈസ്, ഈ കഞ്ഞിക്കൂടാണ് ഏകദേശം ബോർഡറിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് വാളയാറാണ്. ഈ വാളയാർ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് എത്തി. നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മൾ വാളയാർ കൂടി പോകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനാണ് ഈ കഞ്ഞിക്കുഴിയിലാണ്. ഇവിടുന്ന് മാക്സിമം നമ്മൾ ചാർജ് ആക്കിയിട്ട് വേണം പോകാൻ. എന്തായാലും വണ്ടി ചാർജിന് എടുക്കില്ല, നമുക്ക് ഈ നാടൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് വരാൻ പറഞ്ഞാൽ ഓൻ മുണ്ടെടുത്ത് വന്നു. ഓൻ എന്ത് ചെയ്യാനാണ്, ഓൻക്കറിയതല്ലേ ഓ ചെയ്യുള്ളൂ. ഇറങ്ങാം. കഴിച്ചോക്കെ എന്താ അവസ്ഥ? എന്താ അവസ്ഥ? സെറ്റാ? ഞാനും കഴിച്ചോട്ടെ ഗൈസ്. ഫുഡ് ഒരു രക്ഷയില്ല. എന്താ അവസ്ഥ? കായോജി എന്താ അവസ്ഥ? പോരെ? പരിപ്പടയും വീഴുന്നോടെ സെറ്റല്ലേ? എന്താ പറഞ്ഞ പൊടിയാ, എന്തൊരു ഇഡ്ഡലിപ്പൊടി കേട്ടോ. കഴിയോ? സീന എനിക്കും വേണം.
ഗൈസ് നിങ്ങൾ ഈ കഞ്ഞിക്കുഴി ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ കടയിൽ കയറി ഫുഡ് കഴിക്കണം. നല്ല അടിപൊളി ഉഴുന്നുവടയും പരിപ്പടയും കിട്ടും. കായബജി വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഉഴുന്നുവടയും പരിപ്പടയും ഒരു രക്ഷയുള്ള നല്ല ടേസ്റ്റ്. ഇതാണോ എനിക്കിതല്ല വേണ്ട, നമ്പറാണ് വേണ്ടത്. നമ്പർ ചെറിയ ക്ലബ് എടുത്തിട്ടോ. വലിയ എമൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് 300 പറഞ്ഞു, ഒരു 250 ലാസ്റ്റ് എമൗണ്ട്. ഗൈസ് അപ്പം നമ്മളെ ചാർജ് ഉണ്ടോ 92 ഒരു 66%. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വിടുകയാണ്. ഇനി നേരെ ബോർഡർ കടന്ന് നേരെ കോയമ്പത്തൂർ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ചാർജ് ചെയ്യാനാണ് പ്ലാന്. പിന്നെ അവിടെ ഹൈപ്പർ ചാർജർ ഉണ്ട്, വർക്കിംഗ് ആണോ അറിയില്ല. എന്തായാലും ഇവിടുന്ന് വിടുകയാണ്. ഗൈസ് നമ്മളെ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടെ കയറുകയാണ്. അത്രേ 200 എന്താ വട്ടം? ക്വാളിറ്റി ഉണ്ടോ? ആണേ ഇതൊക്കെ എവ്വളോ 200 200 കറക്റ്റാ. നാട്ടിലും ഇത് സെയിം വില തന്നെ. ഓ ചിപ്സ് സീന് 40 ഹെവി ഹെവി ரொம்ப എക്സ്പെൻസീവ്. 2.5 കിലോ 50 ഇവിടെ എത്ര രൂപ ചേട്ടാ? ഉള്ളി എത്ര കിലോന്? 3 കിലോ 100. എന്താ 100 പറയുമ്പോ? ഓ നാട്ടിലേക്ക് അതിലാണല്ലോ. അതും 10 കിലോ വന്നേ അவ்வளோதான். 10 കിലോ വന്നത്. സാധനങ്ങൾക്ക് നാട്ടിലത്തെ ചന്തേനേക്കാൾ വില കൂടുതലാണ് ഇവിടുത്തെ ചന്ത മനസ്സിലായപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി എടുത്ത് പോവാട്ടോ. ഇത് നോക്ക്, നമ്മുടെ ഓലയുടെ ഹൈപ്പർ ചാർജറാണ്. കോയമ്പത്തൂർ കിടക്കുന്ന ഓലയുടെ ഹൈപ്പർ ചാർജറിന്റെ അവസ്ഥയാണ് ഇപ്പം. എന്നുവെച്ചാൽ സാധനം വർക്ക് ചെയ്യില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാർഷ്യലി വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഒട്ടും വർക്ക് ചെയ്യില്ല. അത് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ പറയുന്നുണ്ട്. ഓല ഈ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് നിർത്തി എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും പറയുന്നത്. കാരണം ഒന്നും വർക്കിംഗ് അല്ല, മെയിൻറ്റെയിൻ ചെയ്യണ പോട്ടെ, ഒന്നും വർക്കിംഗ് അല്ല. എന്തായാലും ഹൈപ്പർ ചാർജർ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് വന്നത്. ഇത് വർക്കിംഗ് ആണെങ്കിൽ കുത്തിവെക്കാണ്. എന്തായാലും നമ്മൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിലോട്ട് പോകട്ടോ. ഗൈസ് നമ്മളെ ഇപ്പോൾ ഈ കോയമ്പത്തൂരുള്ള ഒരു ഓലയുടെ ഷോറൂമിലാണ് വരുന്നത്. നമ്മുടെ വണ്ടി നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ കണ്ടോ 10:29 നമ്മൾ ടോട്ടൽ അത്യാവശ്യം 149 കിലോമീറ്റർ ടോട്ടൽ കവർ ചെയ്തിട്ടോ. ഗൈസ് നമ്മളെ വണ്ടി കുത്തി വെച്ച് ഒന്ന് നടക്കാൻ ഇറങ്ങിയല്ല, ഫുഡ് തപ്പി ഇറങ്ങിയതാണ്. നമ്മളെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ അങ്ങാടിയിലെ ഫുഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ വല്ല ഫുഡും കിട്ടുമെന്ന് നോക്കാം. എൻ്റെ അൻഫാസും വിഷം നടക്കുക പാവല അൻഫാസ്. ഗൈസ് അപ്പം നമ്മുടെ കുക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് വന്നത്. പക്ഷേ പ്രശ്നം തെറ്റി വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഫുഡ് കഴിക്കണം. നമ്മൾ നൈറ്റ് പുറത്തുനിന്ന് കുക്ക് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ കുക്ക് ചെയ്താൽ പോലീസുകാർ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നൈസായിട്ടൊരു കുറുമയും ഒരു 2 പൊറോട്ടയും വാങ്ങി. ഇത് ബീഫ് കുറുമ കേട്ടോ. അനുഭവത്തെ വേണ്ട, എന്താ മട്ടം ഇജ് പറ. സെറ്റാണോ ഇജ് പറ. കുഴപ്പമില്ല, ബീഫാണ് ഗൈസ്, ബീഫും പൊറോട്ടയും. ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഇത്ര ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ചാർജിങ് സ്റ്റേഷൻ എവിടെ കോയമ്പത്തൂരുണ്ട്. അതൊരു പാർക്കിംഗ് സ്പോട്ടിലാണുള്ളത്. നമുക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റും, വണ്ടി കുത്തിടാനും പറ്റും. അവിടുന്ന് ആദ്യമായിട്ട് 25 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുനിന്ന് മാക്സിമം ചാർജ് ആക്കണം, ഏറ്റവും ബെറ്റർ ചോയ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി അങ്ങോട്ട് പോയി നോക്കുകയാണ്. അവിടെ പോയി നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തുള്ള ഓരോ ഷോറൂം കണ്ടിട്ട് അങ്ങോട്ട് പോകേണ്ടത്. ഗൈസ് നമ്മൾ ഇതേണ്ട ലൊക്കേഷനിൽ വന്നത് PVR മാളാണ്. ഇവിടെ എന്തായാലും നമുക്ക് റെസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇങ്ങോട്ട് വന്ന് മാത്രം മിച്ചം. ഇനി ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ഓലയുടെ ഷോറൂമിനുണ്ട്, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. നമ്മൾ തിരിച്ച് ഓലയുടെ ഷോറൂമിലോട്ട് തന്നെ എത്തിയാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി അടുത്തുള്ള ഷോറൂമാണ്. നമ്മളവിടെ കണ്ട മാളിൻ്റെ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറഞ്ഞു അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി. പക്ഷെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാറിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ 3 പിന്ന് കണക്ട് ചെയ്യുന്ന ഒരു സോക്കറ്റ് ഉണ്ടായിരുന്നു. അത് അവിടെ ഇല്ല.
അതവിടെ ഇല്ല. ഞാൻ എന്താ ചാർജുമ്പോൾ വിളിച്ചു, അപ്പോൾ പോലെ പറഞ്ഞ് അത് അങ്ങനത്തെ സോക്കറ്റ് വേണം നമുക്ക്. അപ്പോൾ അതവിടെ മിസ്സിംഗ് ആണ്, നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഓലയിലോട്ട് തന്നെ വന്നു. എടുത്തുള്ളൊരു ഓലയുടെ ഷോറൂം കണ്ടുപിടിച്ചു, അവിടേക്ക് വന്നു. ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് നാളെ രാവിലെ പോകും. ഗൈസ്, നമ്മളെ ഒരു KSRTC സ്റ്റാൻഡിലാണ് കിട്ടിയത്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് ഈ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണേ. അതിന് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ആൾക്കാർ കിടക്കണമെന്നുണ്ടോ. തൽക്കാലം ഇന്നത്തേക്കുള്ള വ്ളോഗ് നമ്മളിവിടെ തീർക്കാണ്. നാളെ നമ്മൾ എഴുന്നേറ്റിട്ട് അടുത്ത വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ഫസ്റ്റ് ചെയ്യട്ടെ. നാളെ ട്രാവൽ ചെയ്യുന്നുണ്ട്, നല്ല ടയർഡാണ്.